കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹാർവസ്റ്റ് ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹവന്ദനം. കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട്, കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലവും കർത്താവിൽ നമുക്ക് ശരണപ്പെടാൻ വളരെ പ്രാർത്ഥനയോടെ ഇരിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഉള്ളം അറിയുന്നൊരു ദൈവം, നിങ്ങളെ സ്നേഹിക്കുന്നൊരു ദൈവം, നിങ്ങളെ കരുതുന്നൊരു ദൈവം. ഇന്ന് പകൽക്കാലവും ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കാൻ ആ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കഴി നമുക്ക് താഴ്ന്നിരിക്കാം. യേശു കർത്താവ് നമ്മളോട് ഹൃദ്യമായിട്ട് സംസാരിക്കട്ടെ. കേൾപ്പിക്കുന്ന വചനങ്ങൾ, ആലോചനകൾ എനിക്കും നിങ്ങൾക്കും ഒരുപോലെ അനുഗ്രഹമായിട്ട് തീരണം. നമുക്ക് ഇന്ന് പകൽക്കാലം ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം ഇതാണ്. ഒരുവൻ ക്രിസ്തുവിലായി രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചു, ആ കൃപയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ജീവിതം. ഇന്ന് പകൽക്കാലം നമ്മുടെ ചിന്താ വിഷയമാണ് ആ കൃപയിൽ നിൽക്കുന്ന വ്യക്തി എങ്ങനെയാണ് അത് മുന്നോട്ട് നിൽക്കേണ്ടത്, അല്ലെ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്. ഒന്നാമത്തെ വിഷയം നമ്മൾ കൃപയിൽ നിൽക്കുക, രണ്ടാമത് കൃപയിൽ വളരുക. ഈ രണ്ട് വിഷയങ്ങളെ ഇന്ന് പകൽക്കാലം നമുക്ക് ചിന്തിപ്പാനായിട്ട് കർത്താവിൽ ശരണപ്പെടാം. അതായത് നമ്മൾ കൃപയിൽ നിൽക്കുകയും കൃപയിൽ വളരുകയും ചെയ്യുന്ന പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ ചുരുക്കമായിട്ടുള്ള പറയുന്നത്, അവൻ വളരണം ഞാനോ കുറയണം എന്ന ഉത്തരം പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ വളരുക എന്ന് പറഞ്ഞാൽ, കൃപയിൽ വളരുക എന്ന് അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട കാരണം ക്രിസ്തു നമ്മിൽ വളരണം, നമ്മൾ എന്ത് ചെയ്യണം, കുറയണം. അത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന നമ്മൾ ഇല്ലായ്മയായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് യേശു വളർന്നു വരണം. അങ്ങനെ യേശു വളർന്നു വരുന്നതാണ് കൃപയിലുള്ള ഒരുവൻ്റെ വളർച്ച. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ നാളുകൾ നമ്മൾ രക്ഷിക്കപ്പെട്ടു, എത്രയോ നാളായി കർത്താവിൻ്റെ കൃപയിലായിരിക്കുന്നു. നമ്മൾ എത്രത്തോളം വളർന്നു കാണും? നമ്മുടെ വളർച്ചയ്ക്കിടെ ഒരു അളവുകോല് ഇവിടെ യോഹന്നാൻ പറയുന്നു, അവൻ വളരണം ഞാനോ കുറയണം. നമ്മൾ എത്രത്തോളം കുറഞ്ഞിട്ടുണ്ട്? നമ്മുടെ പഴയ മനുഷ്യൻ്റെ പ്രതാപം, പഴയ മനുഷ്യൻ്റെ പ്രൗഢി, പഴയ മനുഷ്യൻ്റെ നമ്മളിലുണ്ടായിരുന്ന ആ ഗാംഭീര്യം, അങ്ങനത്തെ എല്ലാ വിഷയങ്ങളിലും നമുക്ക് കുറവ് പറ്റിയോ? മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞത്, ഞാൻ താഴ്മയും സൗമ്യതയും ഉള്ളവനാകി എൻ്റെ നുകമേറ്റുകൊണ്ട് നിങ്ങൾ എന്നോട് കൂടെ പഠിപ്പീൻ. എന്താ അവിടെ കർത്താവ് ഉദ്ദേശിച്ചതെന്ന് അറിയാമോ? കർത്താവിൻ്റെ താഴ്മ വന്നപ്പോൾ, കർത്താവിൻ്റെ സൗമ്യത നമ്മുടെ മേൽ വന്നപ്പോൾ നമ്മളങ്ങ് കുറയുക. അതുകൊണ്ടാണ് നമ്മൾ തിരിഞ്ഞ് ശിശുക്കളെ പോലാകുന്ന അളവിൽ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്നലെ വരെ നമ്മളുണ്ടായിരുന്ന ഞാൻ എന്ന ഭാവത്തെ തച്ചുടച്ചുകൊണ്ട് ഞാൻ ഒന്നുമല്ല കർത്താവേ നീയാ വലുത്, ആ ഒരു കഴുതയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് കഴുതയെ പോലെ ആകുവാനായിട്ട് നമുക്ക് മനസ്സ് വെക്കാൻ കഴിയും. നമ്മൾ അനേക വിഷയങ്ങളും ഭാരങ്ങളായിട്ട് നിൽക്കുമ്പോഴും ഓർത്തുകൊള്ളണമേ, ഈ ഭാവം നമ്മൾ വിട്ട് കളയരുത്. നമ്മൾ ചിലപ്പോൾ രോഗത്തിലും പ്രയാസത്തിലും ഭാരങ്ങളിലും ആയിരിക്കാം. നമ്മുടെ വിഷയം ഇത് മാത്രമല്ല ദൈവമക്കളെ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള, ഇന്ന് പകൽക്കാലം വളരെ ശ്രദ്ധിക്കണം. നമ്മൾ പ്രാർത്ഥനാ കൂട്ടങ്ങളിൽ വന്നിരിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം ഇതാണ്, നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു സൗഖ്യം കിട്ടണം, നമുക്കൊരു വിടുതൽ കിട്ടണം. അത് മാത്രമാണോ? യേശുവിൻ്റെ അടുത്തേക്ക് വന്നവരെ കർത്താവ് വെറും സൗഖ്യം കൊടുത്തിട്ടല്ല വെച്ച്, കർത്താവ് സൗഖ്യം കൊടുത്തു. സൗഖ്യം കൊടുത്തിട്ട് കർത്താവിന് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, ഇനി പാപം ചെയ്യരുത്. എന്തിനാ പാപം ചെയ്യാതിരിക്കുന്നത്? കാരണം നിത്യത വരെയും പിൻപറ്റുന്നൊരു ആത്മീയ അനുഗ്രഹം ദൈവം എനിക്ക് നിങ്ങൾക്കും ഒരുക്കി വച്ചിട്ടുണ്ട്. സൗഖ്യവും വിടുതലും ഭൂതങ്ങൾ പുറത്താവുന്ന ഈ വിഷയങ്ങളൊക്കെ ഈ ലോകത്ത് നടക്കുന്ന കാര്യം. പക്ഷെ ഇതിനപ്പുറമായിട്ട്, അതുകൊണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചു, ഭൂതങ്ങളെ പുറത്താക്കുന്നതിലല്ല നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതോർത്ത് നിങ്ങൾ സന്തോഷിപ്പൻ. അപ്പം നമുക്ക് സ്വർഗത്തിലെത്തുവാൻ, ആ നിത്യതയിലെത്തുവാൻ തക്കവണ്ണം ഒരു ഒരുക്കം. അതുകൊണ്ടാണ് പറഞ്ഞത്, കൃപയിലാകുന്നവൻ കൃപയിൽ നിൽക്കണം, കൃപയിൽ വളരണം. ആ വളർച്ചയുടെ ആരംഭം നമ്മളിൽ, ആരംഭത്തിൻ്റെ ലക്ഷണമാണ് ഞാൻ പ്രാരംഭത്തിൽ തുടങ്ങിയത്. നമ്മുടെ വളർച്ചയേറിയ ഞാൻ കുറയുന്ന, എന്നിലെ ഞാനെന്ന ഭാവം, ഞാൻ ഏതാണ്ടൊക്കെയോ ആണെന്നൊരു തോന്നൽ, എന്നെക്കൊണ്ട് എന്തൊക്കെയോ കഴിയും, എൻ്റെ സാമർഥ്യം കൊണ്ട് കഴിയുന്ന ഒന്നുമല്ല, ദൈവത്തിൻ്റെ കൃപയാ.
ആ കൃപയിൽ ആശ്രയിച്ച് നമ്മൾ ചെറുതായി വരുന്നൊരനുഭവത്തെ അത്രേ കർത്താവ് കണ്ടിട്ട് പറയുന്നത് ആത്മാവിൽ നമ്മുടെ വളർച്ച, നമ്മുടെ ആത്മാവിൻ്റെ ദാരിദ്ര്യം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്ക് അതുപോലെ 1 കൊരിന്ത്യർക്ക് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ ഇനത്ത് പൗലോസ് ഇങ്ങനൊരു കാര്യം പറയുന്നുണ്ട്. കാരണം അവിടെ കൊരിന്ത്യ സഭയിലൊരു വിശ്വാസം, ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അപ്പോസ്തലന്റെ പക്ഷക്കാർ, പൗലോസിന്റെ പക്ഷക്കാർ, എല്ലായിടത്തും 2 ഗ്രൂപ്പ് ഉണ്ടല്ലോ. അങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ വ്യവസ്ഥ വന്നപ്പോഴത്തേനും പൗലോസ് അതിനെ നോക്കിയിട്ട് പറയാ, ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവം അത്രേ വളർത്തുമാറാക്കിയത്. പിന്നെ കേൾക്കുന്ന, കാരണം ഒരാൾ നട്ടു, മറ്റൊരാൾ അതിനെ നനച്ചു, വളർത്തുമാറാക്കുന്ന ദൈവത്തിന് മഹത്വം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരിടത്ത് ദൈവം നിങ്ങളെ നട്ടു, മറ്റൊരാൾ നനച്ചു, നിങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന് നമ്മൾ മഹത്വം കൊടുക്കേണ്ടത്. ഇനി ആ നട്ടതും നനച്ചതും എവിടെയാ? നട്ടതും നനച്ചതും സഭയ്ക്കകത്താ. കഴിഞ്ഞ നാളുകളിലൊക്കെ ഞാൻ അത് വളരെ വ്യക്തമായിട്ട് ആ വിഷയം ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നുകൊണ്ട് പറയാം. നിങ്ങളെ നടുന്നത് സഭയ്ക്കകത്താ, പുറത്തല്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, നമ്മൾ കർത്താവിലേക്ക് വന്നു കഴിയുമ്പോൾ, കർത്താവിൻ്റെ പൈതലാക്കി മക്കളായിട്ട് മാറി കഴിയുമ്പോൾ, നമ്മൾ സഭയ്ക്കകത്ത് നമ്മളെ നടുക, അവിടെ നിന്നിട്ട് നനച്ച് അതിൻ്റെ നടുതലയായിട്ട് നമ്മൾ വളർന്നു വരണം. സഭയ്ക്കകത്താണ് നമ്മൾ വളരേണ്ടത്, നമ്മൾ വളരുന്ന പുറത്തല്ല. പലപ്പോഴും നമ്മുടെ ചിന്തഗതി, നമ്മൾ ഒത്തിരി മീറ്റിങ്ങിന് പോകുമ്പോൾ, ഒത്തിരി കൺവെൻഷൻ കാണുമ്പോൾ നമ്മൾ വളരുന്നു. അല്ല കുഞ്ഞുങ്ങളെ, നമ്മൾ വളരുന്നത് അവിടെയല്ല, വളരുന്നത് സഭയ്ക്കകത്താ. സഭയ്ക്കകത്ത് നിങ്ങളെ ദൈവം പറിച്ചു നടുക. അങ്ങനെ നട്ടു കഴിയുമ്പോൾ ഒരാൾ നട്ടു, മറ്റൊരാൾ നനച്ചു, അതിവിടെ വളർത്തുമാറാകുന്ന ദൈവത്തിന് മഹത്വം. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു വ്യക്തി ജീവിതം ക്രിസ്തുവിലായി കഴിയുമ്പോൾ, ക്രിസ്തുവിൽ വന്ന്, ക്രിസ്തുവിൻ്റെ സഭയ്ക്കകത്ത് വന്ന് അവൻ വളരാൻ തുടങ്ങും. വളർന്ന് ഏതുവരെ വളരണം നമുക്കത് മനസ്സിലാക്കണം. എഫേസ്യരുടെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണാൻ കഴിയുക, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അഴിഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ എന്ത് ചെയ്യണമെന്ന് പറയുന്നത്, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിൽ വളരുവാനിടയാം. അപ്പൊ ക്രിസ്തു ആകുന്ന തലയോളം വളരുക എന്നുള്ള ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിച്ചിരിക്കണം. അതുകൊണ്ട് വേറൊരിടത്ത് യേശു കർത്താവ് പറഞ്ഞു, ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി. ഗുരു ആകാൻ ശ്രമിക്കരുതേ, ഗുരുവിനെ പോലെ ആയാൽ മതി, യേശുവിനെ പോലെ ആയാൽ മതി. യേശുവിനെ കാണുമ്പോൾ അവനെ കാണുന്നത് പോലെ നമ്മൾ ആകണം. അതാ ദൈവം ആഗ്രഹം. ക്രിസ്തു എന്ന തലയോളം നമ്മൾ വളരണം. ക്രിസ്തു എന്ന തലയോളം വളരുവാനായിട്ട് ആദ്യം നമ്മൾ ചിന്തിച്ചൊറ്റ വിഷയം ഇതാണ്, നമ്മെ തന്നെ ഒന്ന് ത്യജിക്കണം. അതുകൊണ്ട് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ എടുത്തപ്പോൾ പറഞ്ഞു, നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് അനുഗമിക്കാത്തവന് ശിഷ്യനായിരിക്കാനായിട്ട് കഴിയത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് അങ്ങനെ ഒന്ന് കുറയാനൊരു മനസ്സ് വെച്ചാൽ, നമ്മുടെ അനേക വിഷയങ്ങൾ കുറയുന്നത് എപ്പോഴാണ്? നമ്മുടെ ചുമലിലുള്ള അനേക പാണ്ഡങ്ങൾ, അനേക കെട്ടുകളെ നമ്മൾ ഉപേക്ഷിക്കുമ്പോഴാണ് നമ്മൾ കുറയാൻ പറ്റുന്നത്. നമ്മുടെ ആ വെയിറ്റ് ഏറ്റവും കുറഞ്ഞു. അതുകൊണ്ട് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുമെന്ന് പറഞ്ഞ കർത്താവ്, അവൻ നിങ്ങൾക്കായിട്ട് കരുതുന്ന എല്ലാ ചിന്താകുലങ്ങളും അവൻ്റെ മേലിട്ടുള്ളവൻ പറഞ്ഞ കർത്താവ് എൻ്റെ അടുത്ത് വന്നു കഴിയുമ്പം, ഞാൻ താഴ്മയും സൗമ്യതയുള്ളതിനാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് നിങ്ങൾ എന്നോട് പഠിപ്പിൻ. ആ കർത്താവിൻ്റെ മുഖം നമ്മുടെ തോളിൽ വെക്കുമ്പോൾ നമ്മുടെ മുകളിൽ നിന്ന് എല്ലാ ഇരുമ്പ് നുഖങ്ങൾ, എല്ലാ അന്യായ ബന്ധനങ്ങളും മാറിയിട്ട് നമ്മൾ സ്വതന്ത്രനാകും. അതുകൊണ്ട് ആ വചനം പറയുന്നത്, പുത്രൻ സ്വതന്ത്രനാക്കിയാൽ സാക്ഷാൽ സ്വതന്ത്രൻ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആ സ്വാതന്ത്ര്യത്തിലേക്ക് വളരുമ്പോൾ നമുക്ക് വളർച്ച പ്രാപിക്കാൻ കഴിയും. ഒരിക്കലും നമ്മൾ നിൽക്കുന്നിടത്ത് നിൽക്കുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ വളരണം, ഞാൻ വളരണം. എതുവരെ വളരണം? ക്രിസ്തു എന്ന തലയോളം വളരണം. അങ്ങനെ വളരുവാനായിട്ട് എന്തു ചെയ്യണം? മായമില്ലാത്ത പാല്, വചനമാകുന്ന പാല് കുടിച്ച് ദിനംതോറും നമ്മൾ വളർന്നു വരണം. അങ്ങനെ വളർന്നു വരേണ്ട ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷ ഒന്ന് പ്രാർത്ഥനാ ജീവിതം ഉറപ്പായിരിക്കണം. ഇന്നലെ വരെ പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് പ്രാർത്ഥിച്ചാൽ ഒക്കില്ല ദൈവമക്കളെ. ഇന്നലെ വരെ വചനം വായിച്ചതുപോലെ വചനം വായിച്ചാൽ ഒക്കില്ല. ഇന്നലെ വരെ ആരാധിച്ചതുപോലെ ആരാധിച്ചാൽ ഒക്കത്തില്ല. എല്ലാത്തിലും ഒരു വളർച്ച. ഇന്നു മുതൽ ഒരു തീരുമാനം എടുക്കുക. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരല്പം കൂടെ സമയം ഒന്ന് വർദ്ധിപ്പിച്ചു കൊടുക്കുവാനായിട്ട് കഴിയുമോ? നിങ്ങളുടെ ബൈബിൾ വായിക്കുന്ന വിഷയത്തിൽ അല്പം കൂടെ സമയം കൂട്ടിക്കൊടുക്കാൻ കഴിയുമോ? നിങ്ങളുടെ ആരാധന ജീവിതം സകല വിഷയങ്ങളിലും ഒരു വർധനവ്
ഈ എങ്ങനെയാണ് ഇതിൻ്റെ വളർച്ചയുടെ ഒരു രണ്ടാമത്തെ ഘട്ടം? 2 പത്രോസ് 3:17-18 വാക്യങ്ങളിൽ ഇങ്ങനെ യേശുവിൻ്റെ പരിജ്ഞാനത്തിലുള്ള ഒരു വളർച്ചയെക്കുറിച്ച് അവിടെ പത്രോസ് എഴുതി കാണിക്കുന്നു. ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ: എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുമ്പ് കൂട്ടി അറിഞ്ഞിരിക്കുക കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളും. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരണം. അപ്പം നമ്മുടെ വളർച്ചയുടെ കാതലായ ദൈവിക പരിജ്ഞാനം, യേശുവിൻ്റെ പരിജ്ഞാനം. കാരണം അതുകൊണ്ട് യാക്കോബിൻ്റെ ലേഖനത്തിൽ എല്ലാ നല്ല ദാനങ്ങളും ഉയരങ്ങളിൽ നിന്ന് സ്വർഗസ്നായ പിതാവിൻ്റെ അടുത്തു നിന്നാണ് വരുന്നത്. ആ പിതാവിൻ്റെ അടുത്തു നിന്നല്ല എല്ലാ നല്ല ജ്ഞാനങ്ങൾ, ദൈവിക ജ്ഞാനം ഇതെവിടെ ഉണ്ട്? ഈ തിരുവചനത്തിനകത്തുണ്ട്. ഈ ഓരോ വചനം വായിക്കും. എന്തിനാ കൂടുതൽ വചനം വായിക്കാൻ പറഞ്ഞത്? എന്തിനാ കൂടുതൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? എന്തിനാ കൂടുതൽ അന്യഭാഷ പറയാൻ പറഞ്ഞത്? കാരണം അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു, അവൻ തനിക്കു താൻ ആത്മീക വർധന വരുത്തുന്നു. അങ്ങനെ അന്യഭാഷ സംസാരിക്കുന്നവൻ ആത്മീക വർധനവും. ദൈവിക ജ്ഞാനം, യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ നിങ്ങളും ഞാനും വളരണം. ശിശുക്കളെ പോലെ ആയിരിക്കാൻ അനുഭവമല്ല. ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ജീവിച്ചു, വളർന്നതിന് ശേഷം ശിശുവിനെ നമ്മൾ ത്യജിച്ചു കളഞ്ഞു. അതുകൊണ്ട് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൽ അവസാന ഭാഗങ്ങൾ ഇങ്ങനെ പറയുന്നത് നമ്മൾ അംശമായിട്ട് അറിയുന്നതുകൊണ്ടാണ് പ്രവചിക്കുന്നത്, അംശമായിട്ട് അറിയുന്നതുകൊണ്ടാണ് വ്യാഖ്യാനിക്കുകയും ജ്ഞാനവും പരിജ്ഞാനവും ഒക്കെ നടക്കുന്നത്. എന്നാൽ പൂർണ്ണമായതുള്ള വരുമ്പോൾ അംശമായിട്ടുള്ള എല്ലാം നീങ്ങിപ്പോകും. പൂർണ്ണമായിട്ടുള്ള അവിടെ 3 കാര്യങ്ങളെ പറഞ്ഞത്: വിശ്വാസവും പ്രത്യാശയും സ്നേഹവും. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. ഈ 3 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞത് 3 യേശുവിനെ കുറിച്ചുള്ള സ്വഭാവമാണ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനായ യേശു. പ്രത്യാശയെക്കുറിച്ച് പറയുന്നു, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. സ്നേഹത്തെക്കുറിച്ചു, ദൈവം സ്നേഹം തന്നെ. നിലനിൽക്കുന്ന ഈ 3 കാര്യങ്ങളേ ഉള്ളൂ. ആ ദൈവിക പരിജ്ഞാനത്തിൽ നിങ്ങളും ഞാൻ വളരുവാൻ കഴിയണം. യേശുവിൻ്റെ പരിജ്ഞാനത്തിൽ നിറയണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, അവൻ്റെ പാദാന്തി ഇരിക്കണം. ദൈവത്തിൻ്റെ പാദാന്തിയിരുന്ന വചനങ്ങൾ കേൾക്കണം. അതുകൊണ്ട് നിങ്ങളുടെ സഭായോഗങ്ങളെ ഒന്നും നിങ്ങൾ ഉപേക്ഷയായിട്ട് വിചാരിക്കാതെ നിരന്തരമായ ആലയത്തിൽ കൂടെ, അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിച്ച കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചൊരു വിഷയമാണ്. അവർ ദിനംപ്രതി ആലയത്തിൽ ഒന്നിച്ചുകൂടി. എന്തിനാ? ഒരു ആത്മീക വർധനയ്ക്ക് വേണ്ടി. അവർ ഒന്നിച്ച് വന്നു, ഒന്നിച്ച് പ്രാർത്ഥിച്ചു, ഒന്നിച്ച് ദൈവത്തെ ആരാധിച്ചു, ഒന്നിച്ച് അപ്പവും വീഞ്ഞുമെല്ലാം ഭക്ഷിച്ച് അവർ സകല ജനത്തിന്റെ നന്മ അനുഗ്രഹിക്കാനായിട്ട് ഇടയായി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, ഈ നാളുകളിൽ വളരെ ദാഹത്തോട് ദൈവസന്നിധിയിൽ വരികയാണ്. നിങ്ങൾക്ക് ആത്മാവിൽ വളരുവാൻ കഴിയും, നിങ്ങൾക്ക് കൃപയിൽ വളരുവാൻ കഴിയും. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടും. നിങ്ങളുടെ പുറത്തെ മനുഷ്യൻ പലപ്പോഴും ക്ഷീണിച്ചു പോയാലും നിങ്ങളുടെ അകത്തെ മനുഷ്യനുണ്ട്. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ കർത്താവ് പറഞ്ഞു കഴിയണം. നിങ്ങൾ ജഡം ബലഹീനമെങ്കിൽ ആത്മാവ് ഒരുക്കമുള്ള ആത്മാവിനെ ഇന്ന് കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തി ശക്തീകരിച്ചുകൊണ്ടിരിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, നിങ്ങൾ വളരണം. നിങ്ങൾ ഇരിക്കുന്ന പോലെ ഇരിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുക എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, കർത്താവേ എനിക്കൊന്ന് വളരണം, എനിക്കത് ഇതുവരെ വളരണം, ക്രിസ്തു എന്ന തലയോളം, അതിനപ്പുറം വളരില്ലേ? അതുകൊണ്ട് ആദ്യമേ കേൾപ്പിച്ചത്, ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി. കാരണം ക്രിസ്തു എന്ന തലയോളം വളരാൻ ആഗ്രഹം, ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ വളരുവാനായിട്ട് നമുക്ക് ആഗ്രഹം. എബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളാം. അപ്പോൾ ഈ നമ്മുടെ കൃപയിൽ വളർന്നു വരുമ്പോഴത്തേനും നമ്മൾക്ക് ദൈവം തരുന്നൊരു എന്താ പറയുക, നമ്മൾ ഇന്ന് ഔദ്യോഗികമായ ഒരു പദവിയാണ് അന്യോന്യം വർദ്ധിപ്പിക്കാൻ. നിങ്ങൾ പലപ്പോഴും നമുക്കൊരു തോന്നലുണ്ട്, എനിക്ക് എത്രത്തോളം ആത്മാവിൽ വളർന്നു കയറണം, എനിക്കങ്ങ് ശുശ്രൂഷ വളരണം. ദൈവം അങ്ങനെയല്ല ആഗ്രഹിച്ചത്. ദൈവത്തിൻ്റെ ശരീരമാകുന്ന സഭയിൽ കൈ വളരുമ്പോൾ, കാല് വളരുമ്പോൾ ഓരോ അവയവങ്ങളും അനുപാതികമായിട്ട് വളരണം. ദൈവം അതാ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരുപോലെ. കാരണം അതുകൊണ്ടാണ് ദൈവം പറഞ്ഞ മാനമില്ലാത്തതിനും മാനം കൊടുത്തു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അപ്പോൾ ഇവിടെ പറഞ്ഞു സ്നേഹത്തിനും സൽപ്രവർത്തികൾ ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ എന്ത് ചെയ്യണം? അന്യോന്യം സൂക്ഷിച്ചുകൊള്ളും. കാരണം ഒരുവന് നേരെ ഒരുവൻ ഒടുങ്ങിപ്പോകരുത്, മറ്റൊരുവിനെ വിധിക്കരുത്, മറ്റൊരുവിന് നേരെ അന്യായം പറയാൻ പോകരുത്. കൃപയിൽ വളരണമോ? കൃപയിൽ നിൽക്കണമോ? കൃപയിൽ ദൈവത്തിൻ്റെ വരവിൽ ആ നിത്യത വരെ ചെന്നെത്തണമെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, നമ്മുടെ പല വിഷയങ്ങളെ വിട്ടുകളയണം. വിട്ടുകളഞ്ഞ് നമ്മൾ മുന്നോട്ട് കർത്താവിൻ്റെ കൃപയിലേക്ക് അടുത്തു വരുമെങ്കിൽ
നിശ്ചയമായിട്ട് നമുക്ക് നിത്യതയിൽ ചെന്നെത്തുവാനായിട്ട് കഴിയും. ഈ നാളിൽ അഭിഷേകത്തിന് വേണ്ടി കൊതിച്ച ഒത്തിരി വ്യക്തി ജീവിതങ്ങൾ ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം സഹായിച്ചു. അതെന്നെ ഒത്തിരി ബലപ്പെടുത്തി. ഒത്തിരി ആത്മാവിൽ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ സ്വർഗം സഹായിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. ഈ നാളുകളിൽ അകത്തെ മനുഷ്യനൊന്ന് ബലപ്പെട്ടെ. അങ്ങനെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ട പുറത്തുള്ള ഒരു വിഷയം നീ അറിയത്തില്ല. കാരണം എന്താ സ്തേഫാനോസിന് സംഭവിച്ചത്? സ്തേഫാനോസിന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ട് നിന്നതുകൊണ്ട് സ്തേഫാനോസിന്റെ പുറത്തെറിഞ്ഞ് ഒരു കല്ലേറും സ്റ്റേഫാനോസിനെ നൊമ്പരപ്പെടുത്തില്ല. സ്റ്റേഫാനോസ് ഒറ്റ കാര്യം കൊണ്ട് സ്വർഗം തുറന്നിരിക്കുന്നു. പിതാവിന്റെ വലത്ത് ഭാഗത്ത് പുത്രൻ യേശു കർത്താവ് നിൽക്കുന്ന അതിമനോഹരമായ കാഴ്ച കാണും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആത്മാവിൽ നിന്ന് വളരുമെങ്കിൽ ആത്മാവിൽ ബലപ്പെടും. എത്ര അനുഗ്രഹം! ഇനി 2 പത്രോസിന്റെ ലേഖനം 1:5-8 വാക്യങ്ങളുണ്ടും ഇങ്ങനൊരു വർധനവ് ആത്മാവിൽ നമുക്കൊരു വർധനവ് എങ്ങനെയാണ് ചെയ്യാം? അതു നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹം കഴിച്ച് കുറച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ട് ഗ്രഹണമായിട്ട് നിങ്ങൾ ഈ ചുരുങ്ങിയ സമയത്തിന് തന്നെ വ്യാഖ്യാനിക്കാൻ ചിലപ്പോൾ കഴിയത്തില്ല. എങ്കിലും തുടർമാനമായിട്ട് ഈ ഭാഗം നിങ്ങൾ വായിച്ച് ധ്യാനിക്കണമെന്ന് കർത്താവ് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ. 2 പത്രോസ് 1:5-8 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ഒന്ന് വായിച്ച് പഠിക്കണമെന്ന് കർത്താവിന്റെ നാമത്തിൽ നിങ്ങളെ ഓർമ്മിക്കും. അതു നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കില്ല. അപ്പൊ കർത്താവിന്റെ പരിജ്ഞാനം നമ്മൾ ആഗ്രഹിച്ചു, പരിജ്ഞാനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആ പരിജ്ഞാനത്തിന്റെ നിറവിന് വേണ്ടി നമ്മൾ നേരത്തെ ചിന്തിച്ചു. എന്നാൽ ആ പരിജ്ഞാനത്തിന് നിറവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മെ കൊണ്ട് ചെയ്യിക്കുന്ന 2-3 കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. ഒന്നാമത് വിശ്വാസം. ദൈവം നമ്മൾ കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടു. അപ്പൊ ആദ്യം നമുക്ക് വിശ്വാസം നിന്നു. ആ വിശ്വാസത്തോടു കൂടി നമുക്ക് എന്ത് വേണം? ഒരു വീര്യം വേണം, ഒരു ധൈര്യം, ഒരു ഉത്സാഹം വന്ന് ആ വീര്യത്തോടു കൂടിയുള്ളൊരു വിശ്വാസം. കേവലം കണ്ടിട്ട് വിശ്വസിക്കുന്നതല്ല, കാണാതെ വിശ്വസിക്കുന്ന ആ വീര്യം. ആ വീര്യത്തോടുകൂടെ ദൈവികമായ പരിജ്ഞാനവും, ആ പരിജ്ഞാനത്തോടുകൂടെ ഇതിനെല്ലാം നമ്മുടെ കണ്ണിൻ്റെ, നമ്മുടെ അവയവങ്ങളുടെ മേൽ ഒരു ഇന്ദ്രിയ ജയം. ആ ഇന്ദ്രിയ ജയമൊക്കെ എടുത്തു കഴിയുമ്പോഴത്തേനും പിന്നെ പറഞ്ഞ കാര്യം സ്ഥിരത. കാരണം എങ്ങോട്ടെങ്കിലും അങ്ങോട്ടും ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് നമ്മുടെ വിശ്വാസം ഇളകിപ്പോകരുത്. ഒരു സ്ഥിരമായ വിശ്വാസം. എന്തു വന്നാലും എൻ്റെ കർത്താവിനെ വിട്ടിട്ട് ഞാൻ ഇടത്തോട്ടും വലത്തോട്ടും തിരുത്. ഇതാണ് നമ്മുടെ സ്ഥിരത. എൻ്റെ യേശുവിനെ വിളിച്ച ദൈവം വിശ്വസ്തന, അവൻ വഴിയിൽ ഇട്ടച്ച് പോകത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ സ്ഥിരത ഇന്ന് പകൽക്കാലം നിങ്ങൾക്കുണ്ടാകണം. അതല്ല, ഇന്ന് സൗഖ്യം പ്രാപിച്ചില്ലെങ്കിൽ, ഇന്ന് ചിലപ്പോൾ കടഭാരം മാറിയില്ലെങ്കിൽ, ഇന്നൊരു വിഷയത്തിന് മറുപടി കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ലെന്ന് പറയുന്നതല്ല, ഞാൻ ഇനി പ്രാർത്ഥിക്കത്തില്ലെന്ന് പറയുന്നതല്ല, ഞാൻ ഇനി ഉപവസിക്കത്തില്ലെന്ന് പറയുന്നതല്ല. കർത്താവെ, തന്നാലും കൊള്ളാം, തന്നില്ലേലും കൊള്ളാം, കർത്താവെ ഞാൻ അങ്ങേ വിട്ട് എങ്ങോട്ടും പോകത്തില്ല. ഇത് പറയാനൊരു ധൈര്യം കാണിച്ചാൽ ഏത് അസുഖത്തിന്റെ മേൽ ഇന്ന് പകൽക്കാലം ഒന്ന് ഏറ്റെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കെ യേശുവിന്റെ നാമത്തിൽ പോലും ഈ നിമിഷം നിങ്ങളുടെ മേൽ സകല രോഗത്തിന് മേൽ എൻ്റെ കർത്താവിന്റെ അത്ഭുതകരം ചലിക്കും. ഇവിടെയാണ് നമ്മുടെ സ്ഥിരത ആവശ്യമുണ്ടായിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ, നമ്മുടെ സ്ഥിരതയൊന്ന് വർദ്ധിക്കട്ടെ, നമുക്ക് ദൈവത്തോടെ ഭക്തിയും ഭയവും ഭക്തിയൊക്കെ ഒന്ന് വർദ്ധിക്കട്ടെ. അതിനെക്കാട്ടും സഹോദരപ്രീതിയോട് സ്നേഹവും, അതായത് നമ്മൾ നേരത്തെ ചിന്തിച്ച എല്ലാ അവസാനം സ്നേഹം, ആ കർത്താവിൻ്റെ സ്നേഹത്താൽ നിന്ന് അങ്ങനെ നമ്മൾ ചെയ്തു വരികയാണെങ്കിൽ ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും, എന്തുകൊണ്ടാണ് പലരും അനേക സഭകൾക്ക് അത് ഉത്സാഹമില്ലാതെ മടുപ്പോടുകൂടി ക്ഷീണത്തോടിരിക്കുന്നു. ഇതൊന്നും നമുക്കില്ലാതെ പോയതും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദേവദാസന്മാരോട് പറയുന്നു, നമ്മുടെ സഭയിലെ നമ്മുടെ വിശ്വാസികൾക്ക് ഇതൊന്ന് പകർന്നു കൊടുത്താട്ട്, അവരുടെ ഉള്ളിൽ മായമില്ലാത്ത ദൈവത്തിൻ്റെ വചനം കൊടുത്ത് അവരെ ബലപ്പെടുത്ത്, അവർക്ക് വേണ്ടി ഒന്ന് കരഞ്ഞാട്ട്, അവർക്ക് വേണ്ടി ഇടിവിൽ നിന്നാട്ട് ദൈവദാസന്മാരോട് സ്നേഹത്തിൽ ഞാൻ പറയും, നിങ്ങളുടെ കയ്യിൽ തന്ന ആടുകളാ, അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കാൻ ഞാനും ബാധ്യസ്ഥരാ. അവരിന്നലെ വരെ പുറത്തായിരുന്നു, പാളയത്തിലായിരുന്നു, അവരെ നമ്മുടെ അകത്ത് കൊണ്ടുവന്നതാ. അവർക്ക് വേണ്ട ഭക്ഷണം വിളമ്പിക്കൊടുക്കാൻ നിങ്ങളും ഞാനും ബാധ്യസ്ഥരാ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ശുശ്രൂഷന്മാരെ ഞാൻ സ്നേഹത്തിൽ ചോദിക്കുന്നു, 99 വിട്ടിട്ട് കാണാതെ പോയ ആ ആടിൻ്റെ പുറകെ പൊന്നു തമ്പുരാൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വ്യാപരിക്കും. നമ്മൾ മറന്നുപോലെ അലക്ഷ്യമായിട്ട് കാണരുതേ, നിർവികാരതയോടെ കാണരുതേ. ഈ ജനത്തിന് വേണ്ടി, ആടുകൾക്ക് വേണ്ടി കരയുവാൻ, ആടുകൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ നിങ്ങളും ഞാനും ബാധ്യസ്ഥരാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 16 ഇങ്ങനെ വായിക്കുന്നു, അവന്റെ നിറവിൽ നിന്ന് നമുക്ക് കൃപമേൽ കൃപ ലഭിച്ചു.
മോശ മുഖാന്തരം ന്യായപ്രമാണം ലഭിച്ചും യേശു കർത്താവ് മുഖാന്തരം നമുക്ക് കൃപമേൽ കൃപ ലഭിച്ചു. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞതായി നമ്മുടെ ഇടയിൽ പാർത്തു. അങ്ങനെ വന്ന് യേശു നമ്മുടെ മേൽ വന്ന് ആ യേശുവിൻ്റെ കൃപയിലാണ് നിങ്ങൾ നിൽക്കേണ്ടത്. ആ യേശുവിൻ്റെ കൃപയാലാണ് നിങ്ങൾ വളരേണ്ടത്. യേശുവിൻ്റെ കൃപയാലാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. കാരണം അതുകൊണ്ട് ഉപ്പിനാൽ രുചി വരുത്തി കൃപയോട് സംസാരിക്കണം. എഫെസ്യരുടെ ലേഖനം 4:29-30 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതും നിങ്ങളുടെ വായിന്ന് പുറപ്പെടരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധം ദുഃഖിപ്പിക്കരുതെന്ന് പറയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ഈ നാളുകളിൽ ഒന്ന് ആത്മാവിൽ ബലപ്പെടുക, ഒന്ന് വളരുന്ന അനുഭവം. എന്നെ കേൾക്കുന്ന ഈ ശുശ്രൂഷ കേട്ടിട്ടുണ്ട്, തുടർമാനമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ എപ്പിസോഡ് കേട്ടുകൊണ്ട് പ്രിയ മക്കളോട് പറയുന്നു, നിങ്ങൾ ഇന്നലെ വരെ കേട്ടുകൊണ്ടിരുന്ന പോലെ ഇരിക്കരുത്. നിങ്ങൾ ആത്മാവിൽ വളരണം, ക്രിസ്തുവിൻ്റെ ആ ഒരു അളവിലേക്ക് വളരണം. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. എഫെസ്യരുടെ ലേഖനം അതിൻ്റെ 3:16-19 വാക്യങ്ങളിൽ വായിക്കണം. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിന് ഒത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും പൗലോസിൻ്റെ പ്രാർത്ഥനയാണ്. വിശ്വസിക്കേണ്ടതിന് വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുന്നി അടിസ്ഥാനപ്പെട്ടവരായിട്ട് എന്തു ചെയ്യണം? വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്ന് പ്രാർത്ഥിക്കുന്നു. പൗലോസിൻ്റെ പ്രാർത്ഥന തൻ്റെ വിശ്വാസികൾക്ക് വേണ്ടി, സഭകൾക്ക് വേണ്ടിയിട്ട് പൗലോസ് ആത്മാർത്ഥമുണ്ട്. ക്രിസ്തുവിൻ്റെ നിറവിനോളം, ക്രിസ്തു ആ ഫുള്ളായിട്ടുള്ളത്, മറ്റെല്ലാം അപൂർണം. ക്രിസ്തുവിൻ്റെ നിറവിനോളം, തലയാകുന്നവൻ്റെ ആ നിറവിനോളം നമ്മളൊന്ന് വളർന്നു വരണം. ആ നീളവും വീതിയും ആഴവും ഒക്കെ ഉയരവും അറിയാൻ സകല വിശുദ്ധന്മാരുടെ ആ സ്നേഹം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ പറയും, യേശുവിൻ്റെ സ്നേഹത്താൽ ഒന്ന് നിറ. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആത്മാവിൽ നമ്മളൊന്ന് നിറഞ്ഞാൽ, അവൻ്റെ ആത്മാവിൽ നമ്മൾ നിറയുമ്പോൾ നമുക്ക് വളരുവാനായിട്ട് കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ഈ ചെറിയ വചനങ്ങളിലൂടെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളെ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു പടി കൂടെ വളരുവാൻ സ്വർഗം സഹായിക്കട്ടെ. നിങ്ങൾ അല്പം കൂടെ വളരണം. നിങ്ങൾ കർത്താവിൻ്റെ നിത്യതയിലേക്ക് അവകാശികളായിത്തീരണം. നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും വീണ്ടും ഞാൻ കർത്താവിൽ ശരണപ്പെട്ട് നിങ്ങളോട് സ്നേഹത്തോടുകൂടി നിങ്ങളെ പ്രബോധിപ്പിക്കും. ഇന്ന് വരെയും നിങ്ങൾക്ക് ഒരാലയത്തിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരാലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നല്ലൊരാലയം നിങ്ങൾക്ക് തരും, നല്ലൊരു ഇടയനെ നിങ്ങൾക്ക് തരും. നല്ല കൂട്ടുവിശ്വാസികൾ അവരോട് ചേർന്ന് ഒന്നിച്ച് കർത്താവിൻ്റെ വരവിൽ നമുക്ക് എടുക്കപ്പെടണം. ഈ നാളിൽ നിത്യത നമ്മുടെ മുന്നിലുണ്ട്. നിത്യത മറന്ന് നമ്മൾ ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വെക്കുന്നെങ്കിൽ നമ്മൾ സകല മനുഷ്യരെക്കാളും അരിഷ്ടരായി തീരുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഈ ലോകത്തിൽ മാത്രമല്ല നമ്മുടെ വിശ്വാസം, നമുക്കൊരു പ്രത്യാശയുണ്ട്. യേശു വീണ്ടും വരും. ആ യേശു വീണ്ടും വരുമ്പോൾ അവനോടുകൂടെ എടുക്കണം. അവനോടുകൂടെ എടുക്കപ്പെടണമെങ്കിൽ നിങ്ങളും ഞാനും കൃപയിൽ നിൽക്കണം. നിങ്ങളും ഞാനും കൃപയിൽ വളരണം. കൃപയിൽ നിന്ന് തള്ളപ്പെട്ടു പോകരുതേ, കൃപയിൽ നിന്ന് വീണു പോകരുതേ. ആരെങ്കിലും കൃപയിൽ നിന്ന് വീണു പോകുമ്പോൾ ചിരിക്കാൻ പോരും. പ്രാർത്ഥിക്കുക, ദൈവദാസന്മാരെ പ്രാർത്ഥിക്കുക. ആരും കൃപയിൽ നിന്ന് വീണു പോരുതെന്ന് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരല്പസമയം നമുക്ക് ദൈവസന്നിധിയിൽ കണ്ണുകളടയ്ക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. യേശു കർത്താവെ, നന്ദിയോടെ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു പിതാവെ. ഒന്നിച്ച് അപ്പൻ്റെ പാദാന്തിയിരിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം കർത്താവെ. ഈ എപ്പിസോഡ് ആരംഭം മുതൽ ഇതുവരെയും ക്ഷമയോടെ കണ്ടുകൊണ്ടുന്ന പ്രിയ മക്കൾക്കായിട്ട് നന്ദി അപ്പാ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ പ്രിയ മക്കൾ കർത്താവെ, കൃപയിൽ അവർ നിൽക്കണം കർത്താവെ. ഒരു കുഞ്ഞു പോലും കൃപയിൽ നിന്ന് വീണു പോകരുതേ കർത്താവെ. പ്രിയ മക്കള് കൃപയിൽ വളരണം കർത്താവ്. ദൈവിക ജ്ഞാനത്താലും പരിജ്ഞാനത്താലും ഒരു നിറയണം. ഇവർ ക്രിസ്തു എന്ന തലയോളം വളരണം. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവദാസന്മാരും അഭിഷിക്തന്മാരും ചേർന്ന് വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ നാളുകൾ കർത്താവ് ഇന്ത്യ മുഴുവന് എല്ലാ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന സ്തുതിക്കുന്ന ആലയത്തിൻ്റെ അകത്തേക്ക് ജനം എരച്ചു കയറുന്ന ദിനങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദി. അത് ഞങ്ങൾ കണ്ടിട്ടല്ല കർത്താവെ, ഞങ്ങൾ വിശ്വാസ കണ്ണാൽ കണ്ടുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കേരളം മുതൽ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും ഞങ്ങളുടെ പ്രാർത്ഥന ഫലം വെളിപ്പെട്ട് വരും. ദൈവമേ, അങ്ങൊരു വചനം അയച്ചാൽ, അങ്ങൊരു ദൂത് തന്നാൽ അത് നിവർത്തിക്കും കർത്താവെ. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവ്. ഈ നാളുകൾ എങ്ങനെ ചെയ്യാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. രോഗങ്ങളാൽ ഭാരപ്പെടുന്ന വ്യക്തി ജീവിതങ്ങൾ ഈ ടിവിയുടെ മുന്നിലിരിക്കുന്നു യേശു കർത്താവെ. ഞങ്ങൾ ചേർന്ന് ഒന്നിച്ച് യേശു അപ്പച്ചനോട് ഈ നിമിഷം
യേശു കർത്താവിൻ്റെ നാമത്തിൽ ഈ പ്രിയ സഹോദരങ്ങളുടെ ഏത് അസുഖമാണെങ്കിലും അവിടെ എൻ്റെ കർത്താവിൻ്റെ അത്ഭുത കരം ചലിക്കണമേ കർത്താവേ. യേശുവിൻ്റെ ആണിപ്പഴുതുള്ള കരം തൊട്ട് അവിടുന്ന് സൗഖ്യമാക്കണമെന്ന് ഞങ്ങൾ ഒരു മനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. മാനസിക വ്യത അനുഭവിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ മേൽ എൻ്റെ കർത്താവിൻ്റെ കരം തൊടണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുത്തെ യേശുവിൻ്റെ സമാധാനത്താൽ ഈ പകൽക്കാലം ഈ പ്രിയമുള്ളവർ നിറയട്ടെ കർത്താവേ. മാനസിക വിഭ്രാന്തികളുള്ള മാനസിക ടെൻഷൻ്റെ മേൽ കർത്താവെ ഗുളികൾ കഴിച്ചുകൊണ്ട് ചില വ്യക്തി ജീവിതങ്ങൾ ഈ പകൽക്കാല യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ആ ഗുളിക കഴിക്കാതെ തന്നെ കർത്താവെ അവർക്കൊരു ദൈവിക സമാധാനം വിടുതലും എൻ്റെ കർത്താവ് കൊടുക്കണം കർത്താവെ. ഞങ്ങൾക്കൊന്നറിയാം കർത്താവെ, ഈ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ കർത്താവെ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും എൻ്റെ കർത്താവെ ഇറങ്ങി തൊടുന്ന കൃപയ്ക്കായിട്ട് സ്തുതിക്കുന്നു. ഇവരായിരിക്കുന്ന കർത്താവെ ഭവനങ്ങളുടെ അകത്ത്, ആലയത്തിൻ്റെ അകത്ത്, ഇവരായിരിക്കുന്ന സ്ഥലത്ത് ദൈവകൃപ വ്യാപരിക്കട്ടെ. ഞങ്ങൾ ചേർന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ പ്രിയമക്കളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയ്ക്ക് കർത്താവെ തല വണക്കിയിരിക്കുന്ന കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരു കുഞ്ഞു പോലും എൻ്റെ കർത്താവെ ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കലേ. അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ലെന്നോ പറഞ്ഞതുപോലെ ഇന്ന് പകലെ യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ഈ പകൽക്കാലം ഒരത്ഭുതം അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഇന്നലെ വരെ നടക്കത്തില്ലെന്ന് ദുഷ്ടൻ വാതു പറഞ്ഞ് കർത്താവെ എഴുതി തള്ളിയ ചില വിഷയങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ ഈ ജനം വിടുവിക്കപ്പെട്ടത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസ്രായനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ചേർന്ന് ഒന്നിച്ച് പ്രാർത്ഥിച്ച് ഈ പ്രിയമക്കളെ സ്വതന്ത്രമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ, ഭൂതങ്ങൾ പുറത്തു പോകട്ടെ, എല്ലാ അന്യായ ബന്ധങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഈ പകൽക്കാലം അഴിഞ്ഞു മാറട്ടെ. നന്ദി കർത്താവെ, അങ്ങിറങ്ങി പ്രവർത്തിക്കുന്ന കൃപയ്ക്കായിട്ട് സ്വന്തം അങ്ങയുടെ നാമം മാത്രം ഉയർന്നിരിക്കട്ടെ. യേശുവിൻ്റെ നാമം മാത്രം ഉയർന്നിരിക്കട്ടെ. അങ്ങയുടെ നാമം എല്ലാ നാമത്തിനും മേലായ നാമമാക്കി വെച്ചിരിക്കാൻ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു പിതാവേ. നന്ദി കർത്താവേ, ഇത്രത്തോളം സമയം ദൈവത്തെ സ്തുതിപ്പാൻ, സ്തോത്രം ചെയ്യാൻ, പ്രാർത്ഥിപ്പാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രത്യേക പ്രാർത്ഥന എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 6:30 മുതൽ 8 വരെ ശാസ്തമംഗലം, തിരുവനന്തപുരം. എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം 6:30 മുതൽ 8 വരെ കുമാരപുരം മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക 9447343022. വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് 9447343022. ഇമെയിൽ അഡ്രസ് freephilip@gmail.com. മുൻപുള്ള മെസ്സേജുകൾ കാണുവാൻ യൂട്യൂബ് സന്ദർശിക്കുക. സ്തുതിക്കുവാൻ നിന്നെ ആരാധിപ്പാൻ